എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് റോയൽ ക്യാപിറ്റലിൽ നടക്കുന്ന സ്റ്റാർ ഫെസ്റ്റിവൽ ആണ്. ആ വർഷം വിസാർഡ് കിങ്ങിന്റെ കയ്യിൽ നിന്നും ഏറ്റവും കൂടുതൽ സ്റ്റാർ വാങ്ങിയത് ഏത് സ്ക്വാഡ് ആണെന്ന് അറിയാനുള്ള ഒരു ഫെസ്റ്റിവൽ ആണ് അത്. എന്നാൽ ആ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ അണ്ടർ വാട്ടർ ടെമ്പിളിൽ നിന്നും കഹാനോയെ കിയാട്ടോയെ ആസ്ത അങ്ങോട്ട് കൊണ്ടുവരുന്നു. ക്യൂൻ ഓഫ് ഫിച്ചേഴ്സിന്റെ സ്പെൽ ഉപയോഗിച്ച് കിയാട്ടോയുടെ കാലും കഹാനോയുടെ ശബ്ദവും ഹീൽ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ അവർ അവിടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കഹാനോ ആ കാര്യം ചോദിക്കുന്നത്. ആസ്ത, നോയലിനെ പറ്റി നിനക്ക് എന്താ തോന്നുന്നത്? ഹേയ് നോയൽ, നീ ശരിക്കും വേറെ ലെവലാണ്. ഐ ലൈക്ക് യു. ഇത് കേട്ട് ടെൻഷനായ നോയൽ അവൻ ആകാശത്തോട്ട് പറഞ്ഞു വിടുന്നു. താഴോട്ട് വന്ന ആസ്ത കാണുന്നത് ഒരു ഫൈറ്റിന് തയ്യാറാവുന്ന യാമീനെയും ജാക്കിനെയും ആണ്. പിന്നീട് നമ്മൾ കാണുന്നത് അവിടെ ഉണ്ടായിരുന്ന എന്തോ ഒന്ന് കഴിച്ചുകൊണ്ട് ആസ്തയും തെരഞ്ഞുകൊണ്ട് കിടക്കുന്ന നോയലിനെയാണ്. അപ്പോഴാണ് അവൾ ആ കാഴ്ച കാണുന്നത്. വളരെ ശക്തമായിട്ടുള്ള ഒരു മാജിക് എനർജി അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. സൂക്ഷിച്ചു നോക്കുന്ന സമയത്ത് എന്തോ കഴിക്കാനുള്ള സാധനം പിടിച്ചുകൊണ്ട് ആസ്ത അവിടെ നിൽക്കുന്നുണ്ട്. ഹേയ് ഗായ്സ്, ആർക്കൊക്കെ ഇവിടെ വിശക്കുന്നുണ്ട്? വളരെ സ്വാദിഷ്ടമേറിയ ക്യാപ്റ്റൻ യാമി സ്പെഷ്യൽ ഗ്രിൽഡ് സ്ക്വാഡ് ഉണ്ട്, എടുക്കട്ടെ. ഇത് കണ്ട് നോയലിന് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് അവൾ ആ കാഴ്ച കാണുന്നത്. മറ്റൊരു സൈഡിൽ അതാ ഗ്രീൻ പ്രൈം മാൻഡിസസ് ക്യാപ്റ്റൻ ജാക്കും എന്തൊക്കെയോ ഡിഷ് തയ്യാറാക്കുന്നു. ഹേയ്, നിങ്ങൾ ആരും ഈ ചാൻസ് ഒരിക്കലും മിസ് ചെയ്യരുത്. ക്യാപ്റ്റൻ ജാക്കിന്റെ സ്പെഷ്യൽ ഡിഷ് ആണ് ഇവിടെ തയ്യാറായിരിക്കുന്നത്. ഇതിൽ നിന്ന് ഒരു ബൈറ്റ് മാത്രം നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കും. വളരെ സ്വാദിഷ്ടമേറിയ ഈ മീറ്റ് കഴിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? കടന്നു വരൂ എന്ന് വിളിച്ചു പറയുവാണ് സക്കെ. ഡേയ്, നമ്മുടെ കസ്റ്റമേഴ്സ് ഒക്കെ എവിടെ പോയി? നമുക്കിവിടെ കസ്റ്റമേഴ്സിനെ കിട്ടിയില്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും. ഓക്കെ സാർ, ഞാനിത് വിറ്റോളാം എന്ന് പറഞ്ഞ ആസ്ത അവരെ കൊണ്ടത് മേടിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഡേയ്, നമ്മുടെ ഈ മീറ്റ് കസ്റ്റമേഴ്സ് വാങ്ങിയില്ലെങ്കിൽ ഇതിന്റെ കൂടെ നിന്നെ ഈ മീറ്റ് ആക്കി ഞാൻ വിൽക്കും എന്ന് ജാക്കു അവരോട് പറയുന്നു. ഇതോ കണ്ട് നോയലിന് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ബ്ലാക്ക് ബുൾ ക്യാപ്റ്റനും മാൻഡിസസ് ക്യാപ്റ്റനും ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ട് ആരും ഇത് മേടിക്കാൻ പോകുന്നില്ല. നീ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല സാർ. കടന്നു വരും, ചൂടുള്ള മീറ്റ് മേടിച്ചോളിയും തിന്നോളിയും പൊയ്ക്കോളിയും. അപ്പോഴാണ് നോയൽ അങ്ങോട്ട് വരുന്നത്. ഏയ്, നീ എന്തേ കാണിക്കുന്നേ? ഓ നോയൽ, എന്നെ ഒന്ന് സഹായിക്കടി. ഒരു മിനിറ്റ്, ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഹേയ് ബ്ലാക്ക് ബുൾ ഗേൾ, എന്റെ പേര് സക്കെ ബ്രൗൺ സാസ. നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഓ, അതിനിപ്പോ ഞാൻ എന്ത് വേണം? അല്ല, നിങ്ങൾ രണ്ടുപേരും എന്താ ഇവിടെ ചെയ്യുന്നേ? ക്യാപ്റ്റൻ യാമിയും ക്യാപ്റ്റൻ ജാക്കും. ഇങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി ഞാൻ ഒരുപാട് നാളായി കാത്തിരിക്കുന്നു. എന്റെയും നിന്റെയും കടയിൽ ഏറ്റവും കൂടുതൽ കച്ചവടം എവിടെയായിരിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. ധൈര്യം ഉണ്ടെങ്കിൽ വാടാ, നിന്നെക്കാൾ കൂടുതൽ ഡിഷ് ഞാൻ വിറ്റ് കാണിക്കാം. നിന്നെ പോലെ ഒരുത്തന്റെ കയ്യിൽ നിന്നും ആരെങ്കിലും എന്തെങ്കിലും മേടിച്ച് കഴിക്കുവാടാ. സോ രണ്ടുപേരും മത്സരിച്ച് ഇപ്പൊ അവിടെ ഒരു ഷോപ്പ് തുടങ്ങിയിരിക്കുവാണ്. ഇത് മുഴുവനും കസ്റ്റമേഴ്സിന് വിറ്റില്ലെങ്കിൽ ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനവും. അപ്പോഴാണ് ഒരു അമ്മൂമ്മ അവിടെ വയലറ്റ് സ്നേക്ക് വിൽക്കുന്നത് ഇവർ കാണുന്നത്. ഓ, വയലറ്റ് സ്നേക്ക് എനിക്ക് കഴിക്കണം എന്ന് പറഞ്ഞ ആസ്ത പോകുന്ന സമയത്ത് ക്യാപ്റ്റൻ യാമി അവനെ പിടിക്കുന്നു. എന്തുകൊണ്ടും എന്റെ റെയിൻബോ സ്ക്വിഡ്സ് ആണ് നല്ലത്. റോക്കി തീരത്തുണ്ടായ കൊടുങ്കാറ്റിൽ ഇവരെ പിടികൂടാൻ ഞാൻ എന്റെ ജീവൻ പോലും പണയം വെച്ചിട്ടുണ്ട്. വർഷങ്ങളായ എന്റെ എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ അത് ചെയ്തത്. സോ എന്തുകൊണ്ടും എല്ലാത്തിനേക്കാൾ ബെറ്റർ ഇത് തന്നെയാണ്. ഇതിനെ ചില പാമ്പുകളുമായിട്ട് കമ്പയർ ചെയ്യാൻ നീ ധൈര്യം കാണിക്കരുത്, മനസ്സിലായോ? ഐ ആം സോറി ക്യാപ്റ്റൻ, എന്നെ വിട്. സോ ജാക്കിന് മുമ്പിൽ ക്യാപ്റ്റൻ യാമി എങ്ങാനും തോറ്റുപോയാ അവനെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുവാണ് ക്യാപ്റ്റൻ. ഇത്രയും സമയമായിട്ട് ഒന്ന് പോലും വിറ്റുപോവാത്തത് നിന്റെ മാത്രം തെറ്റാ എന്ന് പറഞ്ഞ് അവനെ താഴെ ഇടുവാണ് ക്യാപ്റ്റൻ. എന്നാൽ ഇതേ സമയം ക്യാപ്റ്റൻ ജാക്കും അവരുടെ ആളുകളെ അടിച്ച് താഴെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ കച്ചവടം ആർക്കാണുണ്ടായതെന്ന് കാത്തിരിക്കാൻ ഞങ്ങൾക്ക് അത്ര സമയമില്ല. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അതുകൊണ്ട് നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ട് നമുക്കൊന്ന് ഏറ്റുമുട്ടിയാലോ? ഡെത്ത് ഓർ അലൈവ്. സോ കച്ചവടം ഒന്നും നടക്കാത്തത് കൊണ്ട് രണ്ടുപേരും അവിടെ കടന്ന് അടികൊടുവാണ്. ആരാണ് ബെറ്റർ എന്ന് അവർക്ക് അറിയണമല്ലോ. പക്ഷെ അവിടെ കടന്ന് മാജിക് ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് കൈ കൊണ്ട് എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ രണ്ടുപേരും. ശരി, ഇനി നമുക്ക് ഇതൊന്ന് നോക്കാം എന്ന് പറഞ്ഞ് എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ രണ്ടുപേരും. ഈ കോമാളികൾ എന്തേ കാണിക്കുന്നേ എന്ന് പറഞ്ഞ ആളുകളൊക്കെ അവരെ തന്നെ നോക്കുന്നു. ധൈര്യം ഉണ്ടെങ്കിൽ പവേഴ്സ് യൂസ് ചെയ്യടാ. ഞാൻ ആരാണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ശരി, നമുക്ക് ഇവിടെ നിന്നും മാറാം. നിന്റെ മരണം എന്റെ കൈകൊണ്ടാ. ഹേയ് നോയൽ, ഫിൻഡ്രലിനെ വിളിക്ക്. സോ അവരുടെ മാജിക് ഉപയോഗിച്ച് സീരിയസ് ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഫിൻഡ്രലിനെ ഉപയോഗിച്ച് അവർ ആ ഗുഹയിലോട്ട് വരുന്നു. അപ്പോഴാണ് വയലറ്റ് സ്നേക്ക് വിറ്റുകൊണ്ടിരുന്ന അമ്മൂമ്മയും ആരും കാണാതെ അങ്ങോട്ട് വരുന്നത്. അന്ന് ഐ ഓഫ് ദ മിഡ്നൈറ്റ് സണ്ണുമായി ഫൈറ്റ് ഉണ്ടായ സ്ഥലമാണ് ഇതെന്ന് ആസ്തയ്ക്ക് മനസ്സിലാവുന്നു. ഇന്ന് ഈ കണവയെ പോലെ ഞാൻ വേറെ ലെവലായിരിക്കും. ഓ, ആവർത്ത കണവയെ പോലെ ഞാൻ നിന്നെ രണ്ടാക്കി കാണിക്കാം. സോ അവരുടെ ഫൈറ്റ് കാണാൻ വേണ്ടി ആസ്തയും മറ്റുള്ളവരൊക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ട്. ക്യാപ്റ്റൻ ജാക്കിന് എത്ര വലിയ പർവ്വതമാണെങ്കിലും രണ്ടായി മുറിക്കാൻ സാധിക്കും. നിങ്ങൾ ബ്ലാക്ക് ബുള്ളിന്റെ ക്യാപ്റ്റൻ ആയിരിക്കാം, പക്ഷേ ക്യാപ്റ്റൻ ജാക്കിന്റെ അത്രയും വരില്ല എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് സക്കെ. എന്നാ അവർ രണ്ടുപേരും എങ്ങനത്തെ സ്പെല്ലായിരിക്കും യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞ് എക്സൈറ്റഡ് ആയി നിൽക്കുവാണ് ആസ്ത. ശരി, നീ തയ്യാറാണോ?
ജാക്ക് ദ റിപ്പർ, യാമിസുക്കി ഹീറോ, ഞാൻ തയ്യാറാണ്. സോ അവരുടെ രണ്ടുപേരുടെ എനർജി വളരെയധികം പവർഫുൾ ആണെന്ന് ആസ്തയ്ക്കും മറ്റുള്ളവർക്കും മനസ്സിലാവുന്നു. ഇതേ സമയം അമ്മൂമ്മ ആകാംക്ഷയോടെ ഇവരെ തന്നെ നോക്കി നിൽക്കുവാണ്. പെട്ടെന്നാണ് അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാൻ ആരംഭിക്കുന്നത്. അതിന്റെ ആ ഫോഴ്സിൽ വലിയൊരു എനർജി തന്നെ അവിടെ ക്രിയേറ്റ് ആവുന്നു. ഡാർക്ക് മാജിക്, ഡാർക്ക് ക്ലോക്ക്, ബ്ലാക്ക് ബ്ലേഡ്. അത് കൊള്ളാം. സവറിംഗ് മാജിക്, ഡെത്ത് സൈഡ് എന്ന് പറഞ്ഞ ജാക്കും തന്റെ പവേഴ്സ് യൂസ് ചെയ്യുന്നു. ഓ, ജാക്കിന്റെയും യാമിയുടെയും പവേഴ്സ് ശരിക്കും വേറെ ലെവലാ എന്നവിടെ മറിഞ്ഞിരിക്കുന്ന ആ അമ്മൂമ്മ പറയുന്നു. ഇനി ഞാൻ നിനക്കൊരു സംഭവം കാണിച്ചു തരാം. ആ അണ്ടർ വാട്ടർ ടെമ്പിളിൽ ഞാൻ ഉപയോഗിച്ച എന്റെ ബ്രാൻഡ് ന്യൂ സ്പെൽ. അത് കാണാൻ ഞാൻ തയ്യാറാണ്. വെട്ടോയെ ഇല്ലാതാക്കിയ ആ സ്പെല്ലിനെ പറ്റിയാണോ ക്യാപ്റ്റൻ പറയുന്നത്? വിൻട്രൽ, ഇത് ശരിയല്ല. ഇത് പെട്ടെന്ന് നിർത്തിയേ പറ്റൂ. ക്യാപ്റ്റൻ ജാക്കിന് നേരെ ആ സ്പെല്ല് യൂസ് ചെയ്താൽ തീർച്ചയായിട്ടും അവർക്ക് പരിക്ക് പറ്റും. ഇവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ തീർച്ചയായിട്ടും അത് വലിയൊരു പ്രശ്നമായി മാറും. ഇത് തടഞ്ഞില്ലെങ്കിൽ ഇതെല്ലാം നിന്റെ തലയിലാവും ഫിൻട്രൽ. ശരിയാ, ഒരു സീനിയർ എന്ന നിലയിൽ ഞാൻ വേണം ഇതെല്ലാം തടയാൻ. യാമി ആ സ്പെല്ല് യൂസ് ചെയ്ത ഈ ഗുഹ ഇതുപോലെ തന്നെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽപ്പെട്ട് ഇവർക്കും പരിക്ക് പറ്റും. അങ്ങനെ വരാൻ ഞാൻ സമ്മതിക്കില്ല. ക്യാപ്റ്റൻ യാമി, നിങ്ങൾ എന്തേ ചെയ്യുന്നേ എന്ന് ചോദിച്ചവൻ പോയത് മാത്രമേ അവന് ഓർമ്മയുള്ളൂ. നീ ഇതിൽ തലയിടേണ്ട ആവശ്യമില്ല, മനസ്സിലായോ? അപ്പോഴാണ് അവർ രണ്ടുപേരും അവരുടെ മാജിക് സ്പെൽ യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്. പെട്ടെന്ന് തന്നെ അവരെ ആരോ ബൈൻഡ് ചെയ്ത് വെക്കുന്നു. ടൈം ബൈൻഡിങ് മാജിക്, ക്രോണോസ്റ്റീൻ. സോ ആ മുമ്മയുടെ രൂപത്തിൽ അങ്ങോട്ട് വന്നത് നമ്മുടെ വിസാർഡ് കിങ് ആയിരുന്നു. ആ ഡയമെൻഷൻ സ്ലാഷ് എന്ന സ്പെൽ എനിക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആസ്തയും മറ്റുള്ളവരും പറഞ്ഞതുപോലെ മാജിക് നൈറ്റ്സ് ക്യാപ്റ്റൻസിന് തീർച്ചയായിട്ടും അതൊരു വലിയൊരു പ്രശ്നം ഉണ്ടാക്കും. ആ സ്പെൽ യൂസ് ചെയ്യാനുള്ള യഥാർത്ഥ സമയം ഇതല്ല എന്ന് വിസാർഡ് കിങ് പറയുന്ന സമയത്താണ് മാർക്സ് അങ്ങോട്ട് വരുന്നത്. ഹേയ്, ഒരു ഗ്യാപ്പ് കിട്ടിയാ നിങ്ങൾ അപ്പം മുങ്ങുമല്ലേ? സ്റ്റാർ ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് ഇവിടെ 100 കൂട്ടം പണികളുണ്ട് ചെയ്യാൻ. പെട്ടെന്ന് എന്നെ തിരിച്ചു വാ. ശരി, അതിനു മുൻപ് ഇവരുടെ കാര്യം ഒന്ന് സെറ്റ് ആക്കണം എന്ന് പറഞ്ഞ് വിസാർഡ് കിങ് അവിടെ നിന്നും പോകുന്നു. സോ യാമിയും ജാക്കും അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്താണ് അവരുടെ പാന്റ് അഴിഞ്ഞു പോകുന്നത്. ഇപ്പൊ എന്താ ഇവിടെ സംഭവിച്ചേ എന്ന് ചിന്തിക്കുകയാണ് നോയൽ. എന്നാ ഇത് കണ്ട് ക്യാപ്റ്റൻ ജാക്കും അവിടെ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുവാണ്. ഓ, ആ മൂഡ് അങ്ങ് പോയി എന്ന് പറഞ്ഞ് അവരെല്ലാം അവസാനിപ്പിക്കുന്നു. തീർന്നോ? ഹേയ്, നിങ്ങൾ കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? അത്ര പെട്ടെന്നൊന്നും ഇവിടെ ഒന്നും സംഭവിക്കില്ല. അങ്ങനെ വീണ്ടും ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്തോട്ട് അവർ വരുന്നു. ജാക്കിന്റെ ഫുഡ് യാമിയും യാമയുടെ ഫുഡ് ജാക്കും കഴിച്ചു നോക്കുന്നു. ഇവരല്ലേ കുറച്ചു നേരത്തെ പരസ്പരം ഫൈറ്റ് ചെയ്യാൻ വേണ്ടി നിന്നേ. എപ്പോഴും ഫൈറ്റ് ചെയ്യുന്നവരാണ് നല്ല സുഹൃത്തുക്കളായിരിക്കാന്ന് സെക്കെ പറഞ്ഞത് ശരിയാ. ആസ്ത, നമുക്കെപ്പോഴും അടികൂടാട്ടോ എന്ന് നോയൽ അവനോട് പറയുന്നു. ശരി, എന്നാ ഞാൻ മറ്റുള്ളവരുടെ അടുത്തോട്ട് പോട്ടെ എന്ന് പറഞ്ഞ് ഫിൻഡ്രൽ അവിടെ നിന്നും പോകുന്നു. ഞങ്ങൾ ഇന്ന് നറുക്കെടുക്കാൻ പോകുന്നതിൽ 53 വിജയവും 34 തോൽവിയും ആയിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. നീ എന്താ ഈ പറയുന്നേ? ഞങ്ങൾക്ക് 98 വിജയമുണ്ട്, ഇതുവരെ ഒരു തോൽവി ഉണ്ടായിട്ടില്ല. ഓ, ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി. ഞങ്ങൾക്ക് 156 വിജയമാണുള്ളത്, തോൽവി ഉണ്ടായിട്ടില്ല. ഓ, എന്നാ എനിക്കും തെറ്റിപ്പോയതാ. എനിക്ക് 567 വിജയമുണ്ട്. ഓ, പിന്നെ ഒരിക്കലുമില്ല. ഞാൻ തെളിയിച്ച് കാണിച്ചു തരണോ? എന്നാ അത് കണ്ടിട്ട് തന്നെ ബാക്കി കാര്യമുള്ളൂ എന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ തന്റെ വാളെടുക്കുന്നു. ഇവര് വീണ്ടും തുടങ്ങിയോ? ആസ്ത, എങ്ങനെങ്കിലും അതൊന്ന് തടയ്. ക്യാപ്റ്റൻ, നമുക്ക് വെറുതെ ഒരു പ്രശ്നത്തിന് പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് സെക്കെ ചോദിച്ചതും അവൻ ഒറ്റ ചവിട്ടാക്കി ചവിട്ടുന്നു. ഇതേ സമയം ആസ്ത, ക്യാപ്റ്റൻ, ഇതുപോലെ മനോഹരമായിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ നമുക്ക് നാശമാക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്തൂടെ എന്ന് ചോദിച്ചതും അവനെ എടുത്ത് എറിയുവാണ് ക്യാപ്റ്റൻ. കിയാട്ടോടെയും കഹാനയുടെയും മുകളിലൂടെ പറന്നുപോയ ആസ്ത നമ്മുടെ പിള്ളേരുടെ മുകളിലൂടെയും പറന്നു പോകുന്നു. ഹേയ്, നിനക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് അവിടെ നിന്ന് ആളുകൾ അവനോട് ചോദിക്കുന്നു. ക്യാപ്റ്റൻ യാമി എന്നെ ഒരു വിമാനത്തിൽ അയച്ചതാ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് കൂളായി നടന്നു പോവാണ് ആസ്ത. അപ്പോഴാണ് അവൻ ആ കാഴ്ച കാണുന്നത്. കുറച്ചുപേരതാ അവിടെ കൂട്ടം കൂടി നിൽക്കുന്നു. ഹേയ്, കൊള്ളാവല്ലോ, എന്ത് സുന്ദരിയാണല്ലേ, അവളുടെ ഒരു റിച്ച് ഫാമിലി ആയിരിക്കും എന്നൊക്കെ ആളുകൾ സംസാരിക്കുന്നത് കേട്ട് ആസ്ത അങ്ങോട്ട് വരുന്നു. ഹേയ്, കൊള്ളാവല്ലോ, ഇവൾ ശരിക്കും ഒരു സുന്ദരിയാ. ഫിൻഡ്രൽ ഇതുവരെ ഈ വഴിക്കൊന്നും വന്നില്ലേ? ഇല്ല, വെയിറ്റ്, ഞാനിതിനു മുൻപ് ഇവരെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ